ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഭഗവാനെ ഒന്ന് തൊഴണം എന്നാഗ്രഹം. പക്ഷേ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയോ, പുഴ മുറിച്ച് കടന്ന് ശ്രീകോവിൽ കയറി എനിക്ക് ഭഗവാനെ തൊഴണം. അങ്ങനെയുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ, വയല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. ചെറിയ അമ്പലമാണ്, തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഒരു ഇഞ്ച് പോലും കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ അത്രയ്ക്കും തിരക്കാണ് കേട്ടോ രാവിലെ. പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. റോഡിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ്. കുഞ്ഞ് ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി. ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകണം കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെയുണ്ട്. അതിന് ശേഷം മുന്നിൽ കാണുന്ന ഈ റോഡ് ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ഒരുപാട് നാളായിട്ട് കാണണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാനെ കാണുന്നേക്കാളുപരി എനിക്ക് ആ പുഴയൊന്ന് കാണണം. പുഴ മുറിച്ച് കടന്നാൽ മാത്രമാണ് ശ്രീകോവിലിൽ കയറുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ദൈവമേ, ഇത്രയും നാളായിട്ട് നമ്മുടെ കോട്ടയത്ത്, അതായത് ഞാൻ താമസിക്കുന്ന നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇതാണ് ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കുളത്തൂർ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിറങ്ങി. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത്. ആ കാണുന്നതാണ് നമ്മളുടെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, അരുവിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ തിരക്കും വൈബും എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. വീഡിയോസിലൊക്കെ കണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലെങ്കിലും വരണം കേട്ടോ, വന്ന് ഒന്ന് തൊഴേണ്ട ഒരു സ്ഥലം തന്നെ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നിറച്ചും പുഴ, അതായത് പുഴ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴക്കാലമായത്, അതായത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. നമുക്ക് ശ്രീകോവിലിൽ കയറണമെങ്കിൽ റൈറ്റ് സൈഡിലൂടെ നമുക്കൊരു വരുന്ന ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ മാത്രമേ വന്ന് തൊഴാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആളുകളാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശവും ഗ്രാമത്തിൻ്റെ ഒരു നന്മയും ഭംഗിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു വൈബാണ് ഇവിടെ. പിന്നെ വെള്ളച്ചാട്ടം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ കുളിക്കുന്നു. ആ ഒരു പുഴയിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ആ കുളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ ഭഗവാനെ അവിടെ കാണാൻ പറ്റുക, ഭഗവാനെ ആ കുളി കഴിഞ്ഞിട്ട് കയറി തൊഴാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വൈബല്ലേ. ഒരിക്കലും തിങ്ക് ചെയ്യാൻ പറ്റില്ലാത്ത പോലത്തെ ഒരു സംഭവം. അപ്പോൾ നോക്കിക്കേ, എന്തോരം ജനങ്ങളാണ് രാവിലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ഇത് കണ്ടോ, ആ വെള്ളം ചാടുന്ന ഒരു ഇത് കണ്ടോ. ഇത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഇത്രയും ഫേമസ് ആക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു ടൈമിലാട്ടോ ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ നിറച്ച് ആളുകൾ വന്നതിൻ്റെ ഒരു ചെളിയും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു തൊണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ വന്നു. അതിനുശേഷം ചെരുപ്പൊക്കെ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ ആ തോട്ടത്തിലൊക്കെ ആയിട്ടാണ് ആളുകൾ വണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, കുറച്ചങ്ങ് ദൂരം മാറിയിട്ടാണ്. അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് പതിയെ ചെരുപ്പ് റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ ഊരിയിട്ടു കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ പാത, അതായത് ഭഗവാനെ കാണാൻ തുടങ്ങുന്ന ആ പാത കംപ്ലീറ്റ് നല്ല വഴുക്കലുണ്ട്, വെള്ളമൊക്കെ ഒഴുകി. പിന്നെ ആ വെള്ളം ഒഴുകിക്കിട്ട് തന്നെ ആ പാറകൾക്കൊരു രൂപമാറ്റമൊക്കെ ഉണ്ട്. അതായത് ആ കൂർത്തിട്ട് പിന്നെ നല്ല വഴുക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ആ ഒരു സമയത്ത് നമ്മൾ ഭഗവാനെ തൊഴാൻ വേണ്ടി കയറി പോകേണ്ട ആ സ്ഥലത്തൂടെ പോകാവുള്ളൂ കേട്ടോ. പിന്നെ ഇവിടേക്ക് കയറി പോകാനായിട്ട്, അതായത് നമ്മൾ കയറി പോകുന്ന ഭഗവാന്റെ തിരുനടയുടെ ആ ഭാഗത്തായിട്ട് ചെറിയ ആഴമുണ്ട്. ആഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു നെഞ്ചൊപ്പം വെള്ളം ഉണ്ടാവും. വലിയവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു അരയ്ക്കൊപ്പം തന്നെ വെള്ളമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ശ്രീകോവിൽ ഭാഗത്ത്, അതായത് നമ്മൾ കയറി പോകുന്ന മെയിൻ ഭാഗത്തെന്ന് പറഞ്ഞാൽ നല്ല പോലെ വെള്ളം ഉണ്ടാവും. മഴക്കാലത്താകുമ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, പുഴ മുറിച്ച് കടന്ന്
ഭഗവാനെ കയറി തൊഴുക എന്ന് പറയുമ്പം എന്തൊരു വൈബായിരിക്കുന്നു. കൊച്ചമ്പലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സുബ്രഹ്മണ്യ സ്വാമി മാത്രമല്ല ഇവിടെ ഉള്ളത്, ശിവഭഗവാന്റെ രൂപമുണ്ട്, പാർവതിയുടെ രൂപമുണ്ട്, പാർവതി ദേവിയുണ്ട്, ഭദ്രകാളിയുണ്ട്, അങ്ങനെ അയ്യപ്പ സ്വാമിയുണ്ട്, അങ്ങനെ എല്ലാവരുമുള്ള ഒരു കൊച്ചമ്പലം തന്നെയാണ് കേട്ടോ. പഴയ മാതൃകയിലുള്ള ചെറിയ ഒരു അമ്പലമാണ്. നല്ലൊരു വൈബാണ് നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാനും ഭഗവാനോട് പ്രാർത്ഥിക്കാനും. ഒരു മനസ്സിനൊക്കെ ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കും, ഭയങ്കര വൈബായിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുണ്ടോ, ഭയങ്കര ഈ ഭാഗത്തൊക്കെ ആഴമുണ്ട് കേട്ടോ. ഈ ഭാഗത്തൂടെ ആ തോട് ഒഴുകി പോകുന്നത് നോക്കിക്കേ, ശരിക്കും ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ തോട് ഒഴുകി പോകുന്നത്. ഈ തോട്ടിലെ വെള്ളമാണ് ശരിക്കും അതിൻ്റെ ഫ്രണ്ടിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഈ ഭിത്തിക്ക്, ഞാൻ ആ ഭിത്തിയുടെ അവിടെ കുറേ നേരം ഇങ്ങനെ ചാരിയൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു തണുപ്പാണ്, ശരിക്കും തണുപ്പ് തോന്നും. ആ ഭിത്തിക്കൊക്കെ ഒരു പ്രത്യേക ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് വെള്ളം ഒഴുകി പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ രാവിലെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിലെ പൂജകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും രാവിലെയാണ്. വൈകുന്നേരം ഉണ്ട്, എന്നാലും പ്രധാനമായിട്ടും രാവിലെയാണ് ആൾക്കാർ വരുന്നതും തിരക്കും കാര്യങ്ങളും ഒക്കെ. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്കിവിടെ നിന്ന് വരാനും ഭഗവാനെ തൊഴാനും ഒക്കെ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നിങ്ങളും ഇവിടെ ഒരു ദിവസം വരണം, നെക്സ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ്. ഒരു എന്നാ പറയുക, ഭഗവാനെ തൊഴുന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കില്ലേ. ചെറിയ അമ്പലം, ആ ഒരു പ്രാർത്ഥനയുടെ ഒരു വൈബ്, നമ്മുടെ മനസ്സിന് കുറേ നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുളി. ഈ മുതിർന്ന ആൺകുട്ടികൾ അവിടെ കുളിക്കുന്നുള്ളൂ കേട്ടോ, പെൺപിള്ളേരൊക്കെ അവിടെ വെള്ളത്തിലേക്ക് ഇരിക്കുന്നതായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാലും നമുക്ക് ആ ഒരു പരിസരവും ഈ ഒരു അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയറും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒറ്റക്കല്ലിൽ പണിതിട്ടുള്ള ഒരു കൽത്തൊട്ടി എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ കുറച്ച് മീനുകളും ആമ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു, ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഭഗവാനോട് കുറേ നൊമ്പരങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് വഴിപാടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ ആ പുഴ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ ചെയ്തത്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് കേട്ടോ. ആ ഗേറ്റിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ, അതായത് താഴെ ഭാഗത്ത് ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവരും കുളിക്കുന്നവരെയൊക്കെ കാണാം കേട്ടോ നമുക്ക്. അതൊരു പ്രത്യേക എന്നാ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടോ എന്നുള്ളത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത്, അതായത് ഈ കാണുന്ന ഭാഗത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗുഹയുണ്ടെന്നും ആ ഗുഹ ഒരു 100 മീറ്റർ 200 മീറ്റർ ദൂരമുണ്ടെന്നും ആ ഒരു ഗുഹയിലൂടെയാണ് അന്ന് അവർ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ വെള്ളമൊക്കെ വന്ന് ഒഴുകി വന്നിട്ട്, വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ 2018 വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേനും അതായത് ഈ വെള്ളം വന്ന് ചാടുന്ന ഈ മെയിനായിട്ടുള്ള ഈ ഡോറിൻ്റെ താഴേക്ക് ചാടുന്ന ആ ഭാഗത്താണ് ആ ഗുഹയുള്ളത്. വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്കത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വെള്ളമൊക്കെ ഒഴുകി അതിൻ്റെ എക്കലും കാര്യങ്ങളൊക്കെ വന്നടിഞ്ഞതുകൊണ്ട് ആ ഗുഹാമുഖം മൂടിയിട്ടുണ്ട് ചെറുതായിട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരും അതിൽ കയറി പോവാറൊന്നുമില്ല. പിന്നെ ഭഗവതി കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വരുന്നതും ഈ ഒരു വലിയൊരു അനുഭവം, ഈ സന്തോഷം അനുഭവിച്ചറിയേണ്ടതും തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക. കോട്ടയം ജില്ലയിലെ കുളത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, വയലായിക്കടുത്തുള്ള കുളത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആണ് ഈ അരുവിക്കൽ
ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോസും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ടാറ്റാ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പുലർവേളയിൽ ജയദേവഗീരാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന ചെങ്കതടി കൂപ്പിൽ ചെറുതുമ്പിയാ